എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ MG യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള ഫൈനൽ അലോട്ട്മെൻറ്റിൻ്റെ ഫേസ് 2 റാങ്ക് ലിസ്റ്റിലേക്ക് ഉൾപ്പെടുന്നതിനായിട്ട് അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളുടെ ഈ ഒരു ഫേസ് 2 റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ കോളേജുമായി കോൺടാക്റ്റ് ചെയ്ത് നിങ്ങളുടെ പ്രവേശന സാധ്യത മനസ്സിലാക്കി ഓഗസ്റ്റ് 17 4 മണിക്ക് മുമ്പായിട്ട് അഡ്മിഷൻ നേടേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് MG യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഈ ഒരു റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് ഫേസ് 2 എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഏത് കോളേജിലേക്കാണോ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു കോളേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഏത് പ്രോഗ്രാംസിലേക്കാണ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു പ്രോഗ്രാംസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് അടുത്തത് അതിൽ സ്പെഷ്യലൈസേഷൻ ഉണ്ടായിരുന്നു എങ്കിൽ അത് ഏതാണ് സ്പെഷ്യലൈസേഷൻ എന്ന് കാണിക്കും. ഇവിടെ ഒന്നുമില്ലാത്തതുകൊണ്ടാണ് നില്ലെന്ന് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ പ്രത്യേകിച്ചൊന്നും കാണിക്കുന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് അടുത്തതായിട്ട് നിങ്ങൾക്ക് അടുത്ത ആ ഒരു കോളേജിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഞാനിപ്പോൾ അടുത്തത് മറ്റൊരു കോഴ്സ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ സ്പെഷ്യലൈസേഷൻ ഒന്നും കൊടുത്തിട്ടില്ല. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ ഒരു കോഴ്സിലേക്ക് അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികളുടെ എത്രാമതായിട്ടാണ് അവർ ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്, അവരുടെ റാങ്ക് എത്രയാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അതുപോലെ തന്നെ നമുക്കിപ്പോൾ അടുത്തൊരു കോഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കോളേജിൽ തന്നെ ഇപ്പോൾ BA ഇംഗ്ലീഷ് എന്നുള്ള ആ ഒരു കോഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അതിൽ സ്പെഷ്യലൈസേഷൻ ഫിലിം സ്റ്റഡീസ് ആൻഡ് മീഡിയ സ്റ്റഡീസ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ പ്രത്യേകിച്ച് ആരും ഇതിന് അപ്ലൈ ചെയ്തിട്ടില്ല എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ കൃത്യമായിട്ട് ഏത് കോഴ്സിലേക്കാണ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു കോഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ സ്പെഷ്യലൈസേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്കിവിടെ നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. ഇവിടെ നിങ്ങളുടെ റാങ്ക്, അതുപോലെ തന്നെ ഓപ്ഷൻ നമ്പർ എത്രാമതായിട്ടാണ് അത് നിങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇൻഡെക്സ് മാർക്ക് എത്രയാണ്. ഇനി അടുത്തൊരു സ്പെഷ്യലൈസേഷൻ്റെ മറ്റൊരു സ്പെഷ്യലൈസേഷൻ നോക്കാം, BComൽ തന്നെ. അപ്പോൾ ആ ഒരു സ്പെഷ്യലൈസേഷനിൽ ആരെങ്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വിദ്യാർത്ഥിയാണ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു വിദ്യാർത്ഥിയുടെ ഓപ്ഷൻ നമ്പർ 10ാമതായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. റാങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്, 1ാം റാങ്കാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ റാങ്ക് പരിശോധിക്കുക. റാങ്ക് പരിശോധിച്ച ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇവിടെ അതായത് ഇതിൻ്റെ ആ ഒരു നേരത്തെയുള്ള ആ ഒരു ഹോം പേജിലേക്ക് പോവുക. അപ്പോൾ ഹോം പേജിൽ പോയി കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഒരു ഹോം പേജിലേക്ക് പോകാം. അപ്പോൾ ഹോം പേജിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കോളേജസ് ആൻഡ് പ്രോഗ്രാംസ് എന്നുള്ള ലിങ്ക് കാണും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. പ്രോഗ്രാംസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ആ ഒരു കോഴ്സുകൾ ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഏത് കോഴ്സിലേക്കായിരുന്നോ നേരത്തെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാനിപ്പോൾ BComൻ്റേതായിരുന്നു നേരത്തെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു BCom നോക്കാം. അപ്പോൾ ജസ്റ്റ് ഇത് സ്ക്രോൾ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുണ്ടാകും BCom എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ ഇതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇപ്പോൾ ഒരു കോഴ്സ് സെലക്ട് ചെയ്തിട്ടുണ്ട്, ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഹോണേഴ്സ് സെൽഫ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എത്ര വേക്കൻസിയാണ് ഉള്ളത് എന്ന് കാണാം. ഈ ഒരു രീതിയിൽ നിങ്ങൾ കൃത്യമായിട്ട് വേക്കൻസി പരിശോധിച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യത ഉണ്ടോ എന്നുള്ളത് നോക്കി വിദ്യാർത്ഥികൾ ആ ഒരു കോളേജിൽ കോൺടാക്റ്റ് ചെയ്ത് ഈ ഒരു 17ാം തീയതി വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് അഡ്മിഷൻ നേടേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ